നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തരുന്നുണ്ട്. എല്ലാ ദിവസത്തെയും ക്ലാസ്സിലും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് സെലക്ട് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ബുക്ക് കയ്യിൽ കരുതിയേക്കാം. ഓരോ ദിവസവും പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കെടുത്ത് റിവൈസ് ചെയ്ത് പോവാം. കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായെന്ന് എനിക്കറിയണ്ടേ, അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടായിരിക്കും. തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ പോയിന്റ്, ഇവിടെ എഴുതിയേക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ പേരാ. ഗാബോൺ, ടോങ്കോ. ഗാബോൺ, ടോങ്കോ എന്നീ രാജ്യങ്ങൾ 2022 കോമൺവെൽത്ത് അംഗങ്ങളായ പുതിയ രാജ്യങ്ങളാണ്. അപ്പോ 2022 കോമൺവെൽത്ത് അംഗങ്ങളായ പുതിയ രാജ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുണ്ട്, ഗാബോണും ടോങ്കോയും. ഗാബോണും ടോങ്കോയും. അടുത്തതൊരു കൃതിയുടെ പേരാണ് കുരിശും യുദ്ധവും സമാധാനവും. കുരിശും യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ജോസ് ടി തോമസ് ആണ്. ജോസ് ടി തോമസ് ആണ് കുരിശും യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ്. എന്താണ് ഈ കൃതിയുടെ പ്രത്യേകത? ഈ കൃതിക്കാണ് 5ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 5ാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ആരാണ്? ജോസ് ടി തോമസ് ആണ്. കൃതി ഏതാണ്? കുരിശും യുദ്ധവും സമാധാനവും എന്ന കൃതിയാണ്. കുരിശും യുദ്ധവും സമാധാനവും. മലയാള സാംസ്കാരിക വേദിയുടെ കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 5ാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ആരാണ്? ജോസ് ടി തോമസ്. ജോസ് ടി തോമസ്. ഏത് കൃതിക്കാണ് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത്? ജോസ് ടി തോമസിന്റെ കുരിശും യുദ്ധവും സമാധാനവും. 2022 കോമൺവെൽത്ത് അംഗങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെ? ഗാബോൺ, ടോങ്കോ. ഗാബോൺ, ടോങ്കോ. അടുത്തത് പ്രഥമ കെമ്പഗൌഡ ഇന്റർനാഷണൽ അവാർഡിനെ പറ്റിയാണ് പറയുന്നത്. 2022 ജൂണിലാണ് ആദ്യത്തെ കെമ്പഗൌഡ ഇന്റർനാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. 3 പേർക്കാണ് പ്രഥമ കെമ്പഗൌഡ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. ആരാണ് ആ 3 പേർ? SM കൃഷ്ണ. SM കൃഷ്ണ ആരാണ്? മുൻ കർണാടക മുഖ്യമന്ത്രിയായ SM കൃഷ്ണ, ഇൻഫോസിസിന്റെ സ്ഥാപകനായ NR നാരായണമൂർത്തി, മുൻ ബാഡ്മിന്റൺ താരമായ പ്രകാശ് പദുക്കോൺ എന്നിവർക്കാണ് പ്രഥമ കെമ്പഗൌഡ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2022 ജൂണിൽ പ്രഖ്യാപിച്ച പ്രഥമ കെമ്പഗൌഡ ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? SM കൃഷ്ണ. SM കൃഷ്ണ ആരാണ്? മുൻ കർണാടക മുഖ്യമന്ത്രിയായ SM കൃഷ്ണ. പിന്നെ NR നാരായണമൂർത്തി, ഇൻഫോസിസിന്റെ സ്ഥാപകനായ NR നാരായണമൂർത്തി, മുൻ ബാഡ്മിന്റൺ താരമായ പ്രകാശ് പദുക്കോൺ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോഡ് ഇട്ട് ഓർക്കാം. കെമ്പഗൌഡ എന്ന് പറയുന്ന ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരല്ലേ കെമ്പഗൌഡ എയർപോർട്ട്. അപ്പോൾ ഈ കെമ്പഗൌഡ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറിൽ കയറിയേ. അപ്പൊ കാറ് ഭയങ്കര സ്പീഡാ. നമ്മള് ബാംഗ്ലൂരിലൊക്കെ ക്യാബ് ഒക്കെ പിടിക്കത്തില്ല, ഭയങ്കര സ്പീഡിൽ പോവാ. അപ്പൊ നമ്മൾ ആ കാറിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൃഷ്ണ നാരായണ ഒന്ന് പതുക്കെ പോണേ, അത്രയും ഓർത്താ മതി. എങ്ങോട്ട് പോവാനാണ്? കെമ്പഗൌഡ എയർപോർട്ടിൽ പോവാനല്ലേ. അപ്പൊ നമ്മൾ കാറിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൃഷ്ണ നാരായണ പതുക്കെ പോണേന്ന്. കൃഷ്ണ നാരായണ പതുക്കെ പോണേന്ന് ഓർത്താ എല്ലാം കിട്ടും. കൃഷ്ണ നാരായണമൂർത്തി പദുക്കോൺ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണേ. അടുത്തത് INS വിക്രാന്തിനെ പറ്റിയാണേ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് INS വിക്രാന്ത്. നോക്കാം, പഠിക്കേണ്ടതെല്ലാം നോക്കാവേ. 2022 സെപ്റ്റംബർ 2 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. എന്നാ കമ്മീഷൻ ചെയ്തേ? 2022 സെപ്റ്റംബർ 2. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? INS വിക്രാന്ത് ആണ്.
നിർമ്മാണം പൂർത്തിയാക്കിയത് എവിടെ നിന്ന്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിന്നാണ് INS വിക്രാന്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ തദ്ദേശീയമായി വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന 6ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. എത്രാമത്തെ രാജ്യമായിട്ടാണ് മാറിയത്? 6th കൺട്രി. അപ്പൊ ബാക്കി 5 കൺട്രീസ് ഏതൊക്കെയാണ്? USA ആദ്യമായിട്ട് നിർമ്മിച്ചത് USA ആണ്. പിന്നെ റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്. USA, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്. USA, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്. 6ാമതായിട്ട് ഇന്ത്യയാണ് നിർമ്മിച്ചത്. ഈ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പലിന്റെ പരമാവധി വേഗത എത്രയാണ്? 52 കിലോമീറ്റർ പെർ മണിക്കൂറാണ് പരമാവധി വേഗത. നോട്ട്സിൽ പറയുകയാണെങ്കിൽ 28 നോട്ട്സ് ആണ് പരമാവധി വേഗത. 52 കിലോമീറ്റർ പെർ മണിക്കൂർ അല്ലെങ്കിൽ 28 നോട്ട്സ്. പിന്നെ 30 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ, അപ്പോൾ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉൾപ്പെടെ ഏകദേശം 30ഓളം വാഹനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പൽ, വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ യുദ്ധക്കപ്പലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. ഈ INS വിക്രാന്തിന്റെ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? കമാൻഡോർ വിദ്യാധർ ഹാർക്കെ ആണ് INS വിക്രാന്തിന്റെ കമാൻഡിംഗ് ഓഫീസർ. പിന്നെ ഈ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് സ്കൈ ജമ്പ് ടെക്നോളജി. അപ്പൊ ഇത്രയാണ് INS വിക്രാന്തിനെ പറ്റി പറയാനുള്ളത്. 2022 സെപ്റ്റംബർ 2 ഈ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കമ്മീഷൻ ചെയ്തത്. ഈ ഒരു യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് കൊച്ചി നിർമ്മാണശാലയിലാണ്. പരമാവധി വേഗം 52 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. പിന്നെ വിദ്യാധർ ഹാർക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. വിദ്യാധർ ഹാർക്കെ ആണ് കമാൻഡിംഗ് ഓഫീസർ. 6ാമത്തെ രാജ്യം, തദ്ദേശീയമായി വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ബാക്കി 5 രാജ്യങ്ങൾ USA, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ് എന്നിവയാണ്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. 2022 G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ജർമ്മനിയിൽ വെച്ചിട്ടാണ് G7 ഉച്ചകോടി 2022 നടന്നത്. ജർമ്മനി. G7 ഉച്ചകോടി 2022 നടന്നത് എവിടെ വെച്ചാ? ജർമ്മനിയിൽ വെച്ചാണ്. 2023 G20 ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2023 G20 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് വേദി. ഇനി കൊച്ചിയെ പറ്റി ഒരു ഫാക്ട് പഠിക്കാനുണ്ട്. 2022 ജൂണിൽ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പ്രത്യേക പോക്സോ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പ്രത്യേക പോക്സോ കോടതി നിലവിൽ വന്നത് എവിടെ? കൊച്ചിയിലാണ് നിലവിൽ വന്നത്. നിഷിദോ എന്ന ഫിലിമാണ് ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2022 മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? നിഷിദോ എന്ന ചലച്ചിത്രം. ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2022 മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏത് ചലച്ചിത്രത്തിനെയാണ്? നിഷിദോ എന്ന ചലച്ചിത്രം. വളരെ ഇമ്പോർട്ടന്റ് ആണ് നിഷിദോ എന്ന ചലച്ചിത്രം. 2022 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ചൈന. വളരെ ഇമ്പോർട്ടന്റ്. 2022 നടന്നത് 14ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. 14ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈന. ചൈനയിലെ ബെയ്ജിങ്ങിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ചൈന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇത് 3ാമത്തെ തവണയാണ് വേദിയാകുന്നത്. ആദ്യമായിട്ട് 2011 നടന്നത്, രണ്ടാമത് 2017 നടന്നത്, മൂന്നാമത് 2022 നടന്നത്. അപ്പൊ ചൈന 3ാമത്തെ തവണയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2022 ആദ്യമായിട്ട് 2011, രണ്ടാമത് 2017, മൂന്നാമത് 2022. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണല്ലേ. അടുത്തത്, കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്?
ഈ കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാ? ഗുജറാത്തിലാണ് കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഗുജറാത്തിലെ കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നതാണ് കെവാഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്, ഏക്താ നഗർ. ഇനി 2 പുസ്തകങ്ങളാണ്. ആദ്യത്തേത് രാജു നാരായണ സ്വാമിയുടെ ഒരു പുസ്തകമാണ് എൻവിയോൺമെന്റൽ ലോ A132 പ്രൈമർ ഫോർ ബിഗിനേഴ്സ് എന്നത് രാജു നാരായണ സ്വാമിയുടെ പുതിയ ബുക്കാണ്. എൻവിയോൺമെന്റൽ ലോ A132 പ്രൈമർ ഫോർ ബിഗിനേഴ്സ് എന്നത് ആരുടെ പുതിയ പുസ്തകമാ? രാജു നാരായണ സ്വാമി. ഇനി ഗോപിനാഥ് മുതുകാടിന്റെ ഒരു ബുക്കാണ് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്നത് ഗോപിനാഥ് മുതുകാടിന്റെ പുതിയ പുസ്തകമാണ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്. ഈ വിജ്ഞാൻ രത്ന ഓർത്തോണേ, ഇത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന പുതിയ പുരസ്കാരമാണ് വിജ്ഞാൻ രത്ന. എന്തിന്റെ മാതൃകയിൽ? നൊബേൽ സമ്മാനത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക്, എല്ലാ മേഖലകളിലെയും ശാസ്ത്രജ്ഞന്മാർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമാണ് ഏത്? വിജ്ഞാൻ രത്ന. എന്തിന്റെ മാതൃകയിലാണ്? നൊബേൽ പ്രൈസിന്റെ മാതൃകയിലാണ്, നൊബേൽ സമ്മാനത്തിന്റെ മാതൃകയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം ഇപ്പൊ തന്നെ പഠിച്ചു പോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പോയിന്റ്സും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് എക്സാമിന് കിട്ടുവേ. ഒരു കോൺഫിഡൻസ് അല്ലേ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുക, അപ്പൊ തന്നെ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസും കൂടി ചെയ്തേക്കാം. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.